എന്നെയൊക്കെ ഭയങ്കരമായിട്ട് പഠിപ്പിക്കണമെന്ന് എൻ്റെ വീട്ടുകാർ ആഗ്രഹിച്ചു. നമുക്ക് പറയാൻ പറ്റൂലല്ലോ, നമുക്ക് പഠിക്കാനുള്ളൂ. വാഴയിലെ സെയിം സാധനമാണ് കേട്ടോ. വൈഫ് LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ വന്നത്. എൻ്റെ വൈഫ് എൻ്റെ വീട്ടിൽ വരുമ്പോൾ കറണ്ടില്ല. എൻ്റെ വീട്ടിൽ വിളിച്ചോടി വന്നതല്ലേ, എൻ്റെ ഒരു ചമ്മലായിരിക്കാം, പഠിക്കാൻ പോയില്ല. ഒരാളുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാൻ പാടില്ലെന്ന് വിഷമമായിപ്പോയി. ആൾ പഠിച്ചുകൊണ്ടിരുന്നാണ് നമ്മളോട് വന്നിട്ട്. കാര്യം നമ്മളെ മേഖല എന്ന് നിൽക്കുമെന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താണ്, ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് ഒരു ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഉള്ള വീട്ടിൽ പോയി പറയാം അവനക്ക് അറിയാം 2 വൈഫുണ്ടെന്ന്. കാര്യം ഒന്ന് ഇരട്ടിച്ച് പറയണമല്ലോ, ഇത് 3D ആണ് പോലെ. അപ്പം അന്ന് എല്ലാ ദിവസവും ചക്കയും ചോറും. എനിക്കങ്ങ് വിഷമവും വരുന്ന കാര്യം, നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ അടുത്ത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ എവിടെ പോയി നിന്നാലും നമുക്ക് ഭക്ഷണം എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും. തെർമോക്കോളിച്ചിട്ട് ഗ്രേവി കഴിച്ചിട്ടൊക്കെ. ആ വാഴ ഇറങ്ങിയ സമയത്താണ് ഒരു വണ്ടിയിൽ നിന്ന് പിള്ളേരെ കൂടെ എൻ്റെ വാപ്പച്ചി. അപ്പൊ ദൈവമേ വാപ്പച്ചിയായി. ഞാൻ പുലിവിട്ടുള്ള ഭയന്നാണ് ചെയ്തത്, പേടിച്ച്. വലിയൊരു സിനിമ, വലിയൊരു ടീമിന്റെ കൂടെ ഒരു ടെൻഷൻ ഉള്ളിന്റെ കത്തും. ബിഗ് ബോസിന് എനിക്കത് പീസ് മേക്കർ ഓഫ് ദ ഇയർ. മദർ തെരേസയ്ക്ക് ശേഷം കേരളക്കരയ്ക്ക് കേരളത്തിലാദ്യ ഫിറ വെളിച്ചെണ്ണ. ലോകം ആസ്വദിക്കുന്ന കേരളത്തിന്റെ നന്മ. ഇതിനിടയ്ക്ക് കല്യാണം കഴിച്ചു. കല്യാണം ഇതേപോലെ കണ്ടു പരിചയപ്പെട്ട് പ്രപ്പോസ് ചെയ്തതാണ്. അതിനൊക്കെ ഇതിനിടയ്ക്ക് സമയം ഉണ്ടായിരുന്നു. അന്നൊക്കെ വേറെ ജോലിയില്ലല്ലോ. അന്നൊക്കെ മൊബൈലിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കുക, മെസ്സേജ് അയക്കുക. വാട്സപ്പൊന്നും ഇല്ലല്ലോ, ഫോൺ വിളി മാത്രമല്ലല്ലോ. കുറേ നേരം വിളിക്കുക. അങ്ങനെ ഇപ്പം മോന് 10 വയസ്സായി. മോന് 10 വയസ്സായി. വൈഫ് ഈ കഥയൊക്കെ മോൻ അറിയാവോ? ഇന്നലെ ഉണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന സമയത്ത് പിന്നെ വൈഫിൻ്റെ അടുത്ത് മോൻ ചോദിക്കണം, അമ്മ അച്ഛൻ കണിമൂണിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം വൈഫ് പറഞ്ഞില്ല. ആണോ, നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോ കണിമൂണിന്, നിങ്ങൾ ബീച്ചിലാണോ? ബീച്ചിൽ പോയി ഞാൻ വീട്ടിൽ ഇരുന്നോളാന്ന്. എന്താണ് സംഭവം എന്ന് അറിയാം. പുള്ളി പ്ലാൻ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോ, പുള്ളിക്ക് റിമോട്ട് കൊടുക്കൂല, ഇപ്പം പരീക്ഷയുണ്ട്, പൊയ്ക്കോ കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ ഇരുന്നോളാം. അതപ്പം ഞങ്ങൾ പോയാൽ പിന്നെ TV ആണല്ലോ, അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതെ അതെ അതെ. അതേപോലെ തന്നെ സുഹൃത്തുക്കളാണ് പ്രധാനപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ. ഞാൻ ഭയങ്കരമായിട്ട് സുഹൃത്തുക്കളെ വൈഫ് എപ്പോഴും പറയണം, നിങ്ങൾക്ക് കൂട്ടുകാരും. കാര്യം എനിക്ക് സഹോദരങ്ങളില്ല, ഞാൻ ഒരു മോനാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് സുഹൃത്തുക്കളെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് ഞാൻ ഇപ്പോഴും അതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ പാലക്കാട് ഷാജുണ്ട്, നോബി, നിനക്ക് ഇത്ര സുഹൃത്തുക്കൾ. ഞാൻ പറയാം അത് ഞാനുമായിട്ട് സഹകരിച്ച് കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോഴും പിണക്കുള്ള കുറച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും എനിക്കത് വെക്കാൻ പറ്റില്ല, പിണക്കം വയ്ക്കില്ല. ഞാൻ വിളിക്കും, സംസാരിക്കും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി കുറേ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഇത്രയും സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിക്കേണ്ട ഇടയ്ക്കാണ് ആരോട് മരണപ്പെട്ടത്. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിച്ചു. അപ്പം കാര്യം അത്രയും നമ്മൾ ഈ ഇടയ്ക്ക് ഹരിയെന്ന് പറഞ്ഞൊരു സുഹൃത്ത്. അപ്പം നമ്മളെ കുറേ കൂട്ടുകാരിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിങ്സാണ്. നമ്മളറിയാവുന്ന കുറേ പേരുണ്ട്. ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യും സുഹൃത്തുക്കൾ ഭയങ്കരമായിട്ട്. ഇപ്പം നമ്മൾ ദുബായിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഒത്തിരി പേരാണ്, ഒരു 10-40ഓളം പേര് നമ്മളെ കൂടെ എപ്പോഴും കാണും. അത് വെച്ചേക്കുന്നൊരു ബന്ധമാണ്. അപ്പം നമ്മൾ അവിടെ ഇടപെടുന്ന രീതി, അവരോട് കാണിക്കുന്ന ഒരു സ്നേഹം, അതൊക്കെയാണ് നമുക്കിപ്പോഴും കിട്ടുന്നത്. അതാണ് ഷാജുണ്ണ പറയുന്നത്. ദുബായിൽ ചെല്ലുമ്പോൾ ഷാജുണ്ണ പറയും, എടാ നമുക്ക് നീയുള്ള അപ്പം നിൻ്റെ കുറേ സുഹൃത്തുക്കൾ എല്ലാവരുമായിട്ട് നമ്മൾ ഒരാളിൽ നിന്നാണല്ലോ വേറൊരാൾ കണക്ഷൻ കിട്ടുന്നത്. അപ്പം അങ്ങനെയാണ് എൻ്റെ അതേ സുഹൃത്ത്. ഇപ്പം എല്ലാവരും ഒരുമിച്ച്, കാര്യം പല സ്ഥലത്തുള്ള എൻ്റെ ബന്ധമുള്ള കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും തമ്മിലൊരു കണക്ഷനുണ്ട് ഇപ്പോഴും. അത് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങളാണ്. അത് അങ്ങനെ വെച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ശരിക്കും വൈഫിന് വന്നതിന് ശേഷം പഠിപ്പിച്ച് അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി പഠിച്ച് വക്കീലായി മാറുന്നതൊരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. വൈഫ് LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ വന്നത്. എൻ്റെ വൈഫ് എൻ്റെ വീട്ടിൽ വരുമ്പോൾ കറണ്ടില്ല. എൻ്റെ വീട്ടിൽ അന്ന് കറണ്ടില്ല അന്ന് തോന്നുന്നു. അപ്പം ഒരത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാമിലിയാണ്. അപ്പം ഈ സമയത്ത് ഇൻ്റർകാസ്റ്റാണ്. അപ്പോൾ വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, നീ ഇവിടെ എൻ്റെ അമ്മയും പറഞ്ഞു പഠിക്കാൻ പോകണമെങ്കിൽ പോവാം. ഇപ്പോൾ പിന്നെ പോയില്ല പഠിക്കാൻ. വിളിച്ചോടി വന്നതല്ലേ, എൻ്റെ ഒരു ചമ്മലായിരിക്കാം, പഠിക്കാൻ പോയില്ല. പിന്നെ കുറേ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പഠിച്ചു. ഒരാഗ്രഹം പറഞ്ഞത് ഇങ്ങോട്ട് പറയായിരുന്നു, അങ്ങോട്ട് പറയായിരുന്നു. അവൾ പറഞ്ഞു, ഞാനും പറഞ്ഞു ഇടയ്ക്ക്, നീ പോ ക്ലാസ്സിൽ പോകാം, കുഴപ്പമില്ല, നമുക്ക് പഠിപ്പിക്കാൻ എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട്
അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനം ഉണ്ടായിരുന്നു. അപ്പം പഠിപ്പിക്കാമല്ലോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾ പഠിച്ചു. ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നു വഞ്ചിയൂർ. അതൊരു ശരിക്കൊരു ഒരു ഈ മനസ്സിനകത്ത് ഉണ്ടായിരുന്നില്ലേ അങ്ങനെ എത്തിക്കണമെന്നൊരു ഇച്ഛാശക്തി? ഉണ്ടായിരുന്നു. അവൾക്കും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. കാര്യം നമുക്കാ ഇല്ല. അതിപ്പം നമ്മളെ എന്നെയൊക്കെ ഭയങ്കരമായിട്ട് പഠിപ്പിക്കണമെന്ന് എൻ്റെ വീട്ടുകാർ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴും ഞാൻ ചിന്തിച്ച് ദൈവമേ കഷ്ടമാണ്, അവർ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് പഠിക്കാനുള്ളത്. വാഴയിലെ സെയിം സാധനമാണ് കേട്ടോ. ജോമോന ഞാൻ പറഞ്ഞില്ലേ എടാ ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറില്ലേ, അതേ സെയിം സാധനമാണ് എൻ്റെ അപ്പനൊക്കെ. അങ്ങനെയുള്ള ഇതാണ്, വലിയ ഇതൊന്നുമില്ല നമ്മളടുത്ത്. ഇത് കാര്യം ഞാൻ ഈ അപ്പനെ സഹായിക്കാൻ പോകുമായിരുന്നു ഈ ഡബ്ബർ ടാപ്പിംഗ്. അന്ന് ഞാൻ പുനലൂരാണ് അപ്പൻ്റെ വീട്. അപ്പോൾ ഭയങ്കര മല കയറി പോകണം. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വെളുപ്പിന് പോയി ഞാൻ അമ്മയും കൂടി ഇങ്ങനെ അത് രാവിലെ പപ്പ പോകും, അത് കഴിഞ്ഞ് ഞങ്ങൾ കാപ്പിയായിട്ട് പോകണ കുറേ സമയങ്ങളുണ്ടായിരുന്നു. അവിടെ പോയിട്ട് കൊച്ചിലാണ്, ഞാനന്ന് 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് രാത്രി അവിടെ പോയിട്ട് വെളുപ്പിന് അവിടെ പോയി റബ്ബർ കാട്ടിലെ കളിക്കാനൊക്കെ ചെല്ലും. അവിടെ ചെല്ലുന്നു, അങ്ങനെ കുറേ വർഷങ്ങൾ അങ്ങനെ. പിന്നെ അതിന് ശേഷം ഞാൻ മിമിക്രി ട്രൂപ്പിൽ വന്നതിന് ശേഷം വീട്ടിൻ്റെ അടുത്തായിരുന്നു ഡബ്ബർ ടാപ്പിങ്. അപ്പം പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റുകളെ കാണും വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കിടക്കുമ്പോൾ, കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ അമ്മ അത്യാവശ്യം പിന്നെ അമ്മ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. അപ്പം അത്യാവശ്യം ഈ സോഷ്യൽ വർക്കൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. അപ്പം അമ്മ ഇങ്ങനെ പോകുമ്പോൾ ഈ സമയത്ത് പപ്പയ്ക്കുള്ള കാപ്പി ഉണ്ടാക്കി വയ്ക്കും. അപ്പം ഞാൻ അഖിൽക്കവലൂരൊക്കെ വീട്ടിൽ കിടന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി രാവിലെ കാപ്പി കൊണ്ട് കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയുള്ള കുറേ ഒത്തിരി പേര് നമ്മളെ വീട്ടിൽ നിന്ന് ഒരുമിച്ച്. കാര്യം അതൊരു ഭയങ്കര സന്തോഷമാണ്. പണ്ട് ഇപ്പോൾ വെഞ്ഞാറമൂട് അടുപ്പിച്ചാണ് പരിപാടിയാണെങ്കിൽ ദൂരെയുള്ള സുഹൃത്തുക്കളെല്ലാം വീട്ടിൽ വന്ന് കിടക്കും. ഇപ്പം കൊല്ലത്താണ് പരിപാടിയെങ്കിൽ ഞങ്ങൾ ചാത്തന്നൂർ നമ്മൾ ശ്യാമിൻ്റെ വീട്ടിൽ, അങ്ങനെയുള്ള കുറേ സ്ഥലത്ത് പോയി. കോട്ടയത്താണെങ്കിൽ കലാഭവൻ ജയമറിൻ്റെ വീട്ടിൽ ഞങ്ങളോട് ജയമറിൻ്റെ നാളെ കോട്ടയമുണ്ട്, നമുക്ക് രാവിലെ പരിപാടി ഞങ്ങളിവിടെ നേരെ കോട്ടയത്ത് പോയി അവിടെ നിൽക്കും. അതൊക്കെ ഭയങ്കര എന്താ പറയാൻ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറേ സമയങ്ങളുണ്ടായിരുന്നു. അതുപോലെ അപ്പോൾ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടാൻ പറ്റാത്തത് കൊണ്ട് കൂടിയാണോ വൈഫിന് ഇത്രയും നന്നായിട്ട് പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? പക്ഷേ വൈഫിന് അത്യാവശ്യം പഠിക്കുന്ന ആളാണല്ലോ. പിന്നെ നമ്മളായിട്ട് ഒരിക്കലും അത് ഒരാളുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാൻ പാടില്ലെന്നൊരു വിഷമമായിപ്പോൾ എനിക്കത്. കാര്യം ആൾ പഠിച്ചുകൊണ്ടിരുന്നാലും നമ്മളോട് വന്നിട്ട്, കാര്യം നമ്മളെ മേഖല എന്ന് നിൽക്കുമെന്നും പറയാൻ പറ്റില്ലല്ലോ. കാര്യം ഇപ്പം പറഞ്ഞ സ്റ്റേജ് പരിപാടിയായിരുന്നു എൻ്റെ ആശ്രയം, അത് നിന്നുപോയില്ലേ. പിന്നെന്ത് ദൈവത്തിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് അത്യാവശ്യം ഈ ടി വിയിലും ഈ ചെറിയ സിനിമയിലൊക്കെ ഇങ്ങനെ വേഷം കിട്ടുന്നത്. അപ്പം അന്ന് എനിക്ക് പിന്നെ ഒരു ഗെയിം, നമ്മൾക്കെല്ലാം നിന്നുപോയാലും അവർക്ക് ജീവിക്കണം, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു മനസ്സിൽ. ആണ് ആൾ പഠിക്കാൻ ആളിപ്പം എന്തൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. ഈ ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെ ഒരു പ്രഷർ അനുഭവിക്കും പലപ്പോഴും, അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ എങ്ങനെയായിരുന്നു? വീട്ടുകാരൊക്കെ അത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. പിന്നെ അപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പം അതിന് അങ്ങനെ കാര്യം അവർ ഭയങ്കരമായിട്ട് നമ്മളായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഫാമിലിയാണ് എല്ലാ കാര്യത്തിലും എല്ലാത്തിനും. ഇപ്പോഴും എനിക്കത് അമ്മയെ പോലെ തന്നെ അവളുടെ അമ്മയും അച്ഛനും എല്ലാവരും അതുപോലെയാണ്. അവരും അങ്ങനെയാണ് എല്ലാം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ടെൻഷൻ. പിന്നെ ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കണ പോലുമില്ല. കാര്യം അതൊക്കെ മാറി. അത് ആ സമയത്ത് ഇത്ര 10-12 വർഷത്തിന് മുമ്പുള്ള അതൊക്കെ മാറി. ആദ്യത്തെ ഒരു സമയത്തൊക്കെ ടെൻഷനും പ്രഷറൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. കാര്യം എന്താണ്, ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് ഒരു ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ ആരാ പറയുന്നതായിട്ട് ഇവിടെ വീട്ടിൽ പോയി പറഞ്ഞു അവന് വേറെ 2 വൈഫുണ്ടെന്നൊക്കെ. ആണെന്ന് ആ സമയത്ത് ഉള്ള അവന് വേറെ 2 വൈഫെ കൊണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2 ഭാര്യ? ഒന്നല്ല 2. കാര്യം ഒന്ന് ഇരട്ടിച്ച് പറയണമല്ലോ, ഇത് 3D ആണ് പോലെ 3D സിനിമ അത് പറയണമല്ലോ. നമ്മൾ ഇത് പറഞ്ഞ ഒരാളെ പറ്റി ഈ കുറ്റം പറയുമ്പോൾ കൂടുതൽ പറഞ്ഞാലല്ലേ ഇതല്ലേ, 2 പറഞ്ഞാലേ ഒന്നെങ്കിലും വിശ്വസിക്കൂ. അങ്ങനെ ഓരോ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഉണ്ടാവില്ലായിരിക്കും, 1 കാണും. ആ സമയത്ത് പിന്നെ ഇതേപോലെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പം അത് കേട്ടിട്ട് ചിരിക്കും. അപ്പം ഈ പറഞ്ഞു കൊടുക്കണമല്ലോ ആൾക്കാർക്ക്, ഇതേപോലെയാണ് ഇന്നാൾ ആണോ എന്തിനപ്പം. അപ്പം അവരെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ് ഇറങ്ങി വന്നത്, അവന് വേറെ 2 ഭാര്യയുണ്ടെന്ന്. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അപ്പൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ നമ്മൾ ചിന്തിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. അവനെ കൊല്ലണോ എന്നുള്ള ധാരണയായിരിക്കും അവരുടെ ഉള്ളിൽ. പക്ഷേ അവിടെ പിന്നെ വൈഫിൻ്റെ അച്ഛൻ്റെ അനിയൻ എനിക്കറിയാവുന്നതാണ്, അനിയനും വൈഫും ചേച്ചിയും.
അവർ നേരത്തെ എനിക്കറിയാമെന്നാണ്. അപ്പം പറഞ്ഞു അവർക്ക് എന്നെ അറിയാമല്ലോ, ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവന്. അപ്പോൾ അവർ പറഞ്ഞു രാമപയനാണെന്നൊക്കെ പറഞ്ഞു. അതിന് പിന്നെ അവർ വന്ന് കണ്ടു, അച്ഛനമ്മയൊക്കെ വന്ന് കണ്ടു, ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പം സന്തോഷമായിട്ട് പോകണം. ദൈവം സഹായിച്ചു. ഈ ഇന്നത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ല, ഇപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനം കൂടിയാണ് നമ്മുടെ. പക്ഷേ ഇന്നത്തെ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് കൃത്യമായ റേഷൻ കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെയുള്ളൊരു ദാരിദ്ര്യം എന്ന് പറയുന്നത് അങ്ങനെയും അല്ല. ശരിക്കും നോബിയൊക്കെ അനുഭവിച്ച ദാരിദ്ര്യം എന്തായിരുന്നു? ശരിക്കും ഭക്ഷണത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിൽ ഭക്ഷണം അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പോകുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു സുധീഷ്, ആർട്ടിസ്റ്റാണ്. സുധീഷ് മരണപ്പെട്ടു. സുധീഷ് നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ ഈ ട്രൂപ്പിൻ്റെ കർട്ടനൊക്കെ വരയ്ക്കുന്ന സുധീഷ്. അപ്പോൾ അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സീസണിൽ മാത്രമേ നമുക്ക് വരുമാനം. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ പണിക്കൊക്കെ പോകുമായിരുന്നു. പെയിൻറ്റിങ് അത്യാവശ്യം വേറിങ് എൻ്റെ കൂട്ടാൻ്റെ പോകുമായിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വല്ലപ്പോഴൊക്കെ ഉള്ളു. അപ്പം ഈ സീസൺ സമയത്ത് അത്യാവശ്യം നമുക്ക് ബൾക്ക് പൈസ നമ്മളതിൽ വരുള്ളൂ. ബൾക്ക് എന്ന് പറഞ്ഞാൽ കോടികളല്ല, ഒരു 12,000 രൂപ ഇത്രയും സീസൺ കളിച്ചത്. ഈ അന്നൊക്കെ ടാർഗറ്റാണ് എന്താണ്, ഈ സീസണിൽ ഒരു ഫാൻ മേടിക്കണം, അതാണ് ടാർഗറ്റ്. ഒരു ഫാൻ മേടിക്കണം, അല്ലെങ്കിൽ ഒരു ഗ്യാസ് മേടിക്കണം, ഇതൊക്കെ ടാർഗറ്റ് നമ്മൾ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സരികയെ കളിച്ചിട്ടാണ് ടേബിൾ ഫാൻ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ലൈറ്റ് കത്തുന്ന ടേബിൾ ഫാൻ, അതൊരാഗ്രഹമായിരുന്നു അന്ന്. അങ്ങനെയായിരുന്നു. കൊല്ലം സരികയല്ലേ? തിരുവനന്തപുരം സരിക, സുരാജെണ്ണം വന്ന ട്രൂപ്പ്. അപ്പം സുധീഷ് കർട്ടനൊക്കെ വരയ്ക്കും. അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ശേഷം ട്രൂപ്പിൻ്റെ കർട്ടനൊക്കെ വരയ്ക്കുമ്പോൾ സുധീഷ് എൻ്റെ വീട്ടിൽ വരും. എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് അന്ന് ഓഫ് സീസണാണ്. ഈ ഓഫ് സീസണിലാണല്ലോ കർട്ടൻ വരയ്ക്കുന്നത്, പിന്നെയാണ് സീസണിലേക്ക് ഉള്ള റിഹേഴ്സൽ തുടങ്ങുന്നത്. അപ്പം സുധീഷ് വരുന്ന സമയത്ത് അന്ന് ഈ ടാപ്പിംഗ് ഉണ്ടെങ്കിൽ പോലും മഴയാണെങ്കിൽ വെട്ടില്ല. അന്ന് ഒരു മരത്തിന് എത്ര 10 വയസ്സ് 15 വയസ്സ് 20 വയസ്സ് ഉള്ള ടൈമാണത്. അപ്പം മുപ്പിലെൻ്റെ ചിലവിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ സുധീഷ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സുധീഷ് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക. കാര്യം ഞാൻ ഒറ്റ ആളായതുകൊണ്ട്, ഞാനപ്പനമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സുധീഷ് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും, വരയ്ക്കാൻ പോകും അവൻ. അപ്പം അന്ന് എല്ലാ ദിവസവും ചക്കയും ചോറും. എനിക്കങ്ങ് വിഷമവും വരുന്ന കാര്യം, നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ അടുത്ത്. വേറെ അപ്പം ഡെയിലി അവൻ ഈ സുധീഷ്. പക്ഷേ അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ എവിടെ പോയി നിന്നാലും നമുക്ക് ഭക്ഷണം എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും, എന്ത് തന്നാലും. അപ്പം പിന്നെ എന്ത് കിട്ടിയാലും അതുകൊണ്ട് അതൊരു വിഷയമല്ല. ഇതില്ലാതെ എന്ത് തന്നാലും തെർമോക്കോളിൽ ഇച്ചിരി ഗ്രേവി ഒഴിച്ചു തന്നിട്ട് കാര്യം അതുകൊണ്ട് അതിൽ വലിയ അത് അനുഭവിച്ചത് കൊണ്ടേ. അപ്പം ഞാൻ സുധീഷിനെ നോക്കും, സുധീഷ് ആസ്വദിച്ച് കഴിക്കും. പക്ഷേ ഇന്ന് ചക്ക ഭയങ്കര സംഭവമാണ് കേട്ടോ, അന്നത്തെ പോലെ അല്ല. ഇന്ന് വേറെ ഡിമാൻഡുള്ള. ഞങ്ങൾ പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്തായിരുന്നു കോവിഡ് സമയത്ത്. അന്ന് കോവിഡ് സമയത്ത് എല്ലാ വീട്ടിലും ചക്കയായിരുന്നു. കാര്യം വേറെ ഇതേ കിട്ടാനുള്ളൂ. അന്ന് ദൈവം അനുഗ്രഹിച്ച് ചക്കയും കൊടുത്തു, ഇഷ്ടം പോലെ ചക്ക. എൻ്റെ വീട്ടിൽ ഒരു പ്ലാവ് ചാഞ്ഞു പോകണം ചക്കയുടെ വെയിറ്റ്. കാരണം എത്രയും വർഷം പഴക്കമുള്ള പ്ലാവാണ്. അതിൽ ഇതുപോലെ ചക്ക കായ്ച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ പോകണ പ്ലാവ്. അപ്പം ഒരു സൈഡിൽ നിന്ന് വെട്ടി തുടങ്ങി ചക്ക. ഞങ്ങളൊരു എപ്പിസോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതൊരു പാലത്തിൽ എന്നൊരു എപ്പിസോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചേട്ടൻ ചക്കയും കൊണ്ടുപോകും. അപ്പം അത് ക്രിയേറ്റ് ചെയ്തതല്ല. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പോകുന്നു, അണ്ണ ഒരു ചക്കയും ഞങ്ങൾക്ക് ഇന്ന് ചക്ക ചെയ്തു. അത് ഭയങ്കരമായിട്ട് അത് ഒരു എന്ന് പറഞ്ഞാൽ ലൈവായിട്ടൊക്കെ പോയി. അത് ഇതിനകത്തുള്ള സീനേ അല്ല. അങ്ങനെ പിന്നെ ചക്ക പിന്നെ ആ കോവിഡ് സമയത്ത് ഇന്ന് കിട്ടാനില്ല എണ്ണ. ഇന്ന് എൻ്റെ വൈഫ് മെനിയാന്ന് ഇവിടെ വീട്ടിലുള്ള സമയത്താണ് റോഡിൽ പോയപ്പോൾ ചക്ക ചുള ഇതവർ എല്ലാം എടുത്ത് വെച്ചേക്കുന്ന സാധനം 50 രൂപയ്ക്ക് 4 ചുള 5 ചുള അത്രയേ ഉള്ളൂ. 10 രൂപ ചക്ക ചുള അത് മേടിച്ചുകൊണ്ട് വന്നത്. അടിപൊളി. എൻ്റെ വീട്ടിൽ 2 പ്ലാവ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ താമസിക്കുന്ന വീട്ടിൽ നല്ല ഒരു അത് ഈ പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവുണ്ടല്ലോ, നല്ല മധുരമുള്ള, ഒറ്റ വർഷം കൊണ്ട് കായ്ക്കും. അത് അടുത്ത വീട്ടുകാർ ഞാൻ പ്ലാവല വീഴുകയാണ്, ഇത് മുറിക്കണത്. അത് വെട്ടിക്കളഞ്ഞു. ഭയങ്കര വിഷമായി പോയി. ഈ ഇടയ്ക്ക് ഞാൻ ഒരു പടം ചെയ്തുകൊണ്ട് ഗുരുവായൂരാണ് ഷൂട്ടിങ്. അപ്പം ഒരു കവല ഷൂട്ട് ചെയ്യാൻ വേണ്ടി അകത്ത് നിന്നപ്പം പിന്നെ അവർ പറഞ്ഞ് ഈ ക്യാരവാനിടാൻ സ്ഥലമില്ല അവിടെ നിന്നും. അപ്പം പറഞ്ഞ് അപ്പം ഒരു കൺജസ്റ്റഡാണ് ആ സ്ഥലം, നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പം പറഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്.
അവൻ അപ്പുറത്തൊരു വീട്ടിൽ ഇരിക്കാൻ പറ്റും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഇരിക്കണം. ലോകം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഇല്ലേ ഇവിടെ നമ്മുടെ കുന്നംകുളത്ത്, ഒരു ഭയങ്കര റെസ്റ്റോറൻറ്റ്. അപ്പം അവരുടെ വീടാണത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചക്ക, പഴുത്ത ചക്ക, ഞാനത് സ്റ്റോറി ഇട്ട്. അപ്പോൾ എൻ്റെ ചുറ്റി ഈ സമയത്തോട് അത് പഴുത്ത ചക്ക കൊണ്ടുവന്നിട്ട് നല്ല കളർ അവർ അവിടെ സീസൺ അല്ലല്ലോ ഇപ്പം, പക്ഷേ ഈ പഴുത്ത ചക്ക അവിടെ അവർ ഇടയ്ക്കിടയ്ക്ക് അത് കായ്ക്കാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ എടുത്തിട്ട് സ്റ്റോറി ഇടാൻ നേരത്തെ ഞാൻ ദൈവമേ നോമ്പാണല്ലോ ഇത് ഇപ്പോൾ ഇടണ്ട. പിന്നെ 6:30 ഇട്ട സ്റ്റോറി, 6:30 ഭയങ്കര ഇത് എവിടെ നിന്നാണ് ഈ സമയത്ത് ഈ ചക്ക ഇട്ടതെന്ന് പറഞ്ഞിട്ട്. എന്താ പറയുക, ഈ ചക്ക നമുക്ക് എത്ര ഇഷ്ടമുള്ള പിന്നെ നമ്മളെ കൂടെ നിന്ന് അത്. ഈ കോവിഡിന്റെ സമയം എന്ന് പറയുന്നത് അതിജീവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എനിക്ക് കോവിഡ് പോയത് അറിഞ്ഞില്ല, സത്യമാണ്. നമ്മൾ പലരും പല സ്ഥലത്തും അകപ്പെട്ടു പോയ സമയത്ത്, ആ സമയത്താണ് പ്രീമിയർ പത്മിനി വരുന്നത്. പ്രീമിയർ പത്മിനി അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വെഞ്ഞാറമൂടാണ്. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നെടുമ്പങ്ങാടുകാരാണ് കുറേ പേര്. അതിൻ്റെ ഡയറക്ടർ അനൂപ്, അസീസ്, കുട്ടിയകിൽ, ഈ അഖിൽ കവലൂർ, ഞങ്ങൾ കുറച്ച് പിന്നെ വെഞ്ഞാറോടൊപ്പം. വെഞ്ഞാറിൽ അത്യാവശ്യം ഈ സലീം മേലക്കൽ നമ്മൾ ഫ്രണ്ടുണ്ട്. അപ്പോൾ പുള്ളി അവിടെ വന്നിട്ട് പോലീസുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചെറിയൊരു പരിപാടി ചെയ്യുന്നുണ്ട്, അപ്പോൾ വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റില്ലെന്ന്. അപ്പം പറഞ്ഞ് കുഴപ്പം പോലീസ് പറഞ്ഞ് നിങ്ങൾ വേറെ ഇതൊന്നും ഇല്ല പരിപാടിയൊന്നും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യം പെർമിഷൻ എടുക്കുന്നുണ്ട് ഞങ്ങൾ വെളിയിലൊക്കെ പോകാനായിട്ട്. ആ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് കാര്യം പ്രീമിയർ പത്തിന് അത്യാവശ്യം ഹിറ്റായി ആൾക്കാർ. കാര്യം വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇത് കണ്ട സമയത്ത്. അപ്പം ഞങ്ങളെല്ലാവരും വീട്ടിലാണ്, എപ്പോഴും ഒരുമിച്ചുണ്ട്, എപ്പോഴും ഒരുമിച്ച് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഈ കോവിഡ് അങ്ങോട്ട് വലുതായിട്ട് ബാധിച്ചില്ല എന്ന്. ബാധിച്ചെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ ബാധിച്ചു. നമ്മൾ ഈ സമയം പോയത് എല്ലാം കൂടെ ഒരുമിച്ച് ഷൂട്ടും കാര്യങ്ങളും രസമായിട്ട് അങ്ങനെ കുറേ അതങ്ങ് പോയി. അതല്ലേ വാഴ സെക്കൻഡിനെ കുറിച്ച് പറയും. വാഴ സെക്കൻഡ് ഒരു വലിയ സിനിമയാണെന്ന്, ഗംഭീര സിനിമയായിരിക്കും. കാര്യം പുതിയ കാര്യം വിപിൻ അറിയാമല്ലോ, വിപിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സബിനാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്, വിപിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു സബിന്. നമ്മൾ ചെയ്തത് ആനന്ദായിരുന്നു വാഴയുടെ ഡയറക്ടർ. അപ്പം അതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിൽ അപ്പോൾ ഒരു ചെറിയ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. കാര്യം നമ്മുടെ വാഴയിലുള്ള എല്ലാവരും ഉണ്ട്. കാര്യം ഇത് വേറൊരു കഥയാണ്. അപ്പം നമുക്കത് ഭയങ്കര ഭാഗ്യമല്ലേ, വാഴയെന്ന് പറഞ്ഞ ഒരു സിനിമയിൽ വരാൻ പറ്റും. നല്ലൊരു ക്യാരക്ടർ കിട്ടി, അതിൻ്റെ സെക്കൻഡിൽ നമ്മളെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ ഭയങ്കര എൻ്റെ വലിയൊരു പ്രാർത്ഥനയാണ് പടം ഹിറ്റാവണം. കാര്യം ഫസ്റ്റ് നന്നായിട്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത്, സെക്കൻഡും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. മൊത്തത്തിലുള്ള റിസൾട്ട്. ഈ ചില കൊച്ചു സിനിമകൾ വിജയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ ബിബിൻ്റെ ജയ് ഹോ ഒരു ക്യാരക്ടറുള്ള അഡ്വക്കേറ്റ്, നല്ല ക്യാരക്ടറായിരുന്നു. ആ പടം കഴിഞ്ഞ അത് ചെറിയ ക്യാരക്ടർ. അപ്പം നന്നായിട്ട് ചിരിച്ച എനിക്ക് ആ ഇത് പറഞ്ഞ. അപ്പോൾ അതിനകത്താണ് ബേസിലും ദർശനമായിട്ടൊരു ഫൈറ്റ് ഉണ്ട്. ഈ ഫൈറ്റ് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചു, എനിക്കറിയില്ലായിരുന്നു ഈ ഫൈറ്റ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനൊരു അടിയുണ്ട് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു അടിയുണ്ട് വിപിൻ. ചേട്ടാ അപ്പോൾ അതിൻ്റെ കേസിനായിട്ടാണ് ബേസിലും അസീസും കൂടെ വരുന്നത്. ശരി, ഓക്കെ, അത് കാണിച്ചു തരുന്നു. ഇത് കണ്ടില്ലെന്ന് ഞാൻ ചെയ്തു, പക്ഷേ ഞാൻ ആ ഫൈറ്റ് കണ്ടില്ല. അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കാണിച്ചു തന്നതുമില്ല വിപിൻ. ഞാൻ സിനിമ കണ്ടപ്പോൾ ഇത്രയും വലിയ ഫൈറ്റായിരുന്നു, ഭയങ്കര ഫൈറ്റല്ലേ. അത് കഴിഞ്ഞ് അപ്പം അത് ഞാൻ ചെയ്തു, ഞാനിതൊക്കെ പറയുകയും ചെയ്തു. വിപിൻ പറഞ്ഞു, അണ്ണാ അത് കുഴപ്പമില്ല, അണ്ണാ പറഞ്ഞാൽ മതി, അണ്ണാ ഇത് കണ്ടിട്ട് അടിയുണ്ട്, നല്ലൊരു അടി നടക്കുകയാണ്, അതിൽ നോക്കി പറയണം ഇതാണ് കേസ്. കണ്ടില്ല മറ്റൊന്ന് വൈറലായ വീഡിയോ കൊണ്ട് ഞാനത് പറയുകയും ചെയ്തു. ആ സാധനമാണ്. പിന്നെ അന്ന് ഞാൻ വിപിൻ്റെ അടുത്ത് പറഞ്ഞു, വിപിനെ വേറെ എങ്കിലും നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ തരണേ വിപിനെ, വരട്ടെണ്ണ, നമുക്ക് വരണനുസരിച്ച് ചെയ്യാണ്ണ. ശരി. പിന്നെയാണ് വാഴ തുടങ്ങി. നല്ല ക്യാരക്ടറായിരുന്നു. അത് ഈ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ്. വാഴ ഇറങ്ങിയ സമയത്താണ് പിന്നെ ഒരു വണ്ടിയിൽ നിന്ന് പിള്ളേരെ കൂടെ എൻ്റെ വാപ്പച്ചി അപ്പോൾ ദൈവമേ വാപ്പച്ചിയായി. മറ്റേ നോബിച്ചേട്ടാ അന്ന് വിളിക്കുന്ന ടീമാണ് വാപ്പച്ചി. അപ്പോൾ ക്യാരക്ടർ മാറുമ്പോഴത്തേന് എന്താണ് ഇങ്ങനെ വരുമ്പോഴേ ഓരോ സമയത്ത് വരുമ്പോൾ ആൾക്കാർ അപ്പോൾ അത് ചെയ്യുമല്ലേ. പക്ഷെ അത് വിപിൻ കാണിച്ചിട്ട് നല്ല മനസ്സാണ്. വിപിൻ ചിന്തിച്ച് നമ്മളെ ഒന്ന് വയസ്സാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് കോൺട്രാസ്റ്റ് വരണം. ഇതിലും വാഴ 2-ലും അതേപോലെ കുറേ ഗംഭീര ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വിപിൻ അവസരം കൊടുത്തിട്ടുണ്ട്. വാഴ 2-ലും അത് അടിപൊളിയാണ്. നമ്മൾ അത് കാണാനുള്ളൊരു പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ചാണ്. നോബി കടന്നു വന്നൊരു കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസിലിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ആശ്വസിക്കുന്നൊരു സ്പേസിലാണ്. പക്ഷേ എങ്കിലും
നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സ്പേസിൽ ഇനിയും കുറേ ക്യാരക്ടേഴ്സിനെ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളൊരു മനസ്സിലൊരു ഇതുണ്ടാവും, ഒരു ചിന്തയുണ്ടാവും. അപ്പോൾ ഓടി തീർക്കാൻ കുറേ ഉണ്ടെന്നാണ് ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ഓടി വന്ന വേറൊരു കാലമാണ്, പക്ഷെ ഇപ്പൊ വന്ന് നിൽക്കുന്ന ഒരു സ്പേസിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വൈകി വന്നതുപോലെ നമുക്ക് ഇനി ഓടി തീർക്കാൻ ഒരുപാടുണ്ടെന്ന് തോന്നൂലേ? അപ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത? എന്താണ്? ആശ്വാസമാണോ ശരിക്കും? ഇനി ഒരു കണക്കിന് നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്. കിട്ടുന്ന ഓരോ വേഷങ്ങളും ബോണസായിട്ട് കാണുന്നതാണ് ഞാൻ. കാര്യം ഇനിയും നല്ല ക്യാരക്ടർ കിട്ടണേ എന്ന്. കാര്യം ഡെയിലി രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചിട്ട് നടക്കുന്ന ആളാണ് ഞാൻ. അത് എൻ്റെ റൊട്ടീനാണത്. അത് വീട്ടിൽ നിന്ന് പഠിച്ചതാണ്, അത് പഠിപ്പിച്ചിരുന്ന ശീലമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിൽ. കാര്യം എനിക്ക് അങ്ങനെ ഇല്ലാത്ത സമയങ്ങളിൽ എനിക്ക് ഒരുപാട് ആപത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനതിങ്ങനെ ഈ വിശ്വാസം അത്യാവശ്യം കൂടുതലുള്ളത് കൊണ്ട് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ പറയുന്ന ചാൻസ് ചോദിച്ച് പോക്ക് നമുക്ക് അറിയാവുന്ന ആരെങ്കിലും അടുത്ത് നമ്മൾ പറയും, എടാ അടുത്ത സാധനം എടുക്കുമ്പോൾ നമുക്കൊന്ന് തരണേ. വേറെ നമുക്ക് പരിചയമില്ലാത്ത ആളോട് ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയുണ്ട്, പേടിയുണ്ട്, മടിയുണ്ട്. ഇനി അവർക്കത് ഇഷ്ടപ്പെടുമോ എന്നൊരു ഇത് ഭയങ്കരമായിട്ട് എനിക്കുണ്ട്. അറിയാവുന്നവരുടെ അടുത്ത് നമ്മൾ അടുത്ത വർഷം അങ്ങനെ പറഞ്ഞാൽ അസീസിൻ്റെ അടുത്ത് എപ്പോഴും പറയും, എടാ നീ വിളിച്ച് ആരെങ്കിലും അടുത്ത് പറയണം കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പറയാം പറയലേ പറയണം, അതിൻ്റെ സാധനം അടുത്ത സാധനം ചെയ്യുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞാൽ അസീസിൻ്റെ അടുത്ത് പറയാറാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ചിലരെ കാണുമ്പോൾ എന്നാൽ അടുത്താലൊന്ന് വിളിക്കണമെന്ന് പറയുന്നത്. ഞാൻ പറയണ്ട, നമുക്ക് ഇത് തന്നെ വലിയൊരു സൗഭാഗ്യമാണ്. ഇപ്പം ഈ കിട്ടിയതൊക്കെ എല്ലാം വലിയ സൗഭാഗ്യങ്ങളാണ്. ഇനി പറഞ്ഞില്ല, ഓരോന്നും കിട്ടുമ്പോഴും നമുക്കുള്ളൊരു ഉള്ളിലൊരു ഇതുണ്ടല്ലോ, അത് അങ്ങനെ എന്താ പ്രതീക്ഷയോടെ ജീവിക്കുക. ഈ അസീസിൻ്റെയും സുരാജേട്ടൻ്റെയും പേരുകൾ നമ്മൾ ആവർത്തിച്ച് പറയുന്നതിന് കാരണം അവർക്ക് പല ക്യാരക്ടേഴ്സ് ഇപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റും. അതെ 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 അതെ. അപ്പോൾ ആ പെർഫോമൻസ് കാണും ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സുരാജേട്ടൻ ചെയ്ത ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമ്മൾ ഒരു വാവ് ഫീൽ നമുക്ക് കിട്ടിയ പല ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുരാജേട്ടൻ പണ്ട് കോമഡി പറഞ്ഞു നടന്ന സ്റ്റേജിൽ നമ്മൾ കണ്ടിട്ടുള്ള അത്രയും കോമഡികൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് ഇങ്ങനെ വളർന്ന് നിൽക്കുമ്പോഴേ സുരാജേട്ടൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തോന്നുന്നു നമുക്കൊരു പ്രൗഡില്ലേ, അതൊരു ഇൻസ്പിറേഷൻ അല്ലേ? തീർച്ചയായിട്ടും. കാര്യം നമുക്ക് അണ്ണാന്ന് സ്വതന്ത്രമായിട്ട് വിളിക്കാൻ പറ്റിയൊരു സിനിമയാണ് സുരാജേട്ടനായിരുന്നു. കാര്യം നമുക്ക് അടുത്തറിയാവുന്നൊരു സിനിമയാണ് സുരാജേട്ടനായിരുന്നു ആദ്യം. പിന്നീടാണ് നമുക്ക് പല ബന്ധങ്ങൾ കിട്ടിയത്. നമുക്ക് അടുത്തറിയാവുന്ന, നമുക്ക് അണ്ണ എന്ന് വിളിച്ച് ചെന്ന് തോളി കൈയിടാൻ പറ്റിയൊരു സിനിമയുടെ സുരാജേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അതിപ്പോഴും നമ്മൾ ഒരു ഗുരുസ്ഥാനത്താണ് സുരാജേട്ടനെ കാണുന്നത്. ഇപ്പോഴും പല സെറ്റിൽ ചെന്നാലും അണ്ണൻ, ഇപ്പം ഞാൻ റൺമാമാറെണ്ണെന്ന് സുരാജേട്ടൻ്റെ പടത്തിൽ ഒരാൾക്ക് പകരമാണ് ഞാൻ പോയത്. അതിൽ നമ്മൾ ചെല്ലുമ്പോൾ കാര്യം സുരാജേട്ടൻ ഇപ്പം വേറെ ലെവലാണ്. ആ കാണിക്കുന്ന സ്നേഹവും വാത്സല്യം അതിപ്പോഴും അതേപോലെ നമ്മളടുത്ത് തരുന്നത്. അത് വലിയ സന്തോഷമാണ് നമ്മൾ. ഈ വ്യസന സമയത്തിനകത്ത് ഈ മനുഷ്യൻ്റെ ചില ലുക്സ് ഉണ്ട്. ഈ അസീസിൻ്റെ ഞാൻ അസീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്തരം ചില മൊമെൻറ്റ്സൊക്കെ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നില്ല. അതെ, അങ്ങനെ ഒരു ഇതല്ല, ഒരു ഭയങ്കര ഒരു കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ് അയാളെന്ന് മനസ്സിലാവുന്ന ഒരു സ്പേസിൽ. അസീസിനെ സംബന്ധിച്ചാൽ പണ്ടും ഇതേപോലെ മിമിക്രി ചെയ്യുന്ന സമയത്തും അസീസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. ഞാൻ അസീസിനെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് സ്കൈലാർക്ക് എന്ന് പറയുന്നൊരു ട്രൂപ്പിലാണ്. അതായത് അസീസ്, അപ്പോൾ എനിക്കൊന്ന് അസീസിനെ ആദ്യം പരിചയമില്ല. അസീസ് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്താണ് അസീസ്. ഞാനപ്പം ട്രൂപ്പിൻ്റെ പരിപാടി രാജധാനി ഇല്ലേ, ഈസ്റ്റ് ഫോർട്ടിൽ, അവിടെ ഒരു അസോസിയേഷൻ്റെ പരിപാടിക്ക് സ്കൈലാർക്കിൻ്റെ പരിപാടി. അപ്പം ഞാൻ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. നസീസ് ഒരു തബലിസ്റ്റിൻ്റെ സാധനം ചെയ്തു. ഞാൻ ചിരിച്ചെൻ്റെ ഊപ്പാണ്. ഇവൻ ഒരു സഞ്ചിയും വലിച്ചുകൊണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ചിരിച്ചത്. അവിടുന്ന് സഞ്ചിയും വലിച്ചുകൊണ്ട് വന്ന്, അന്നത്തെ കോമഡിയാണ്. മെയിൻ തബലിസ്റ്റാണ് പുള്ളി, ഡൽഹിയിലാണ് പുള്ളി. നമുക്ക് അങ്ങനെയൊന്നും വിളിച്ചാൽ വരില്ല. അങ്ങനെ അന്നത്തെ സ്കിറ്റിൻ്റെ ഇതുണ്ടല്ലോ, ഒരാളെ ബൂസ്റ്റ് ചെയ്ത്. അങ്ങനെ അസീസ് ഒരു ബാഗ് വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ട് അന്ന് സിബ് തുറന്നിട്ട് മറ്റേ സാധനമാണ് എടുത്ത് അടിക്കണത്. അന്നത്തെ കോമഡിയാണ്. മറ്റേ ഉത്സവപ്പറമ്പ് കിട്ടില്ല, 2 സൈഡിൽ കിട്ടുന്നത് ആ സാധനം അടിക്കും. പക്ഷേ അത് പെർഫോം ചെയ്തു ഞാൻ ഭയങ്കരമായിട്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്രൂപ്പിൽ കുറേ വർഷം ഒരുമിച്ച് കളിച്ചു. അതൊക്കെയാണ് അപ്പം നമ്മളെ കൂടെ ഇങ്ങനെ കളിച്ചൊരാളങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര. കണ്ണൂർ സ്കോഡ് ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അസീസിൻ്റെ വേറൊരു രീതി നമ്മൾ കണ്ടു. അതിനകത്ത് ഗംഭീരമായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ബ്രേക്കായി അസീസ്. കണ്ണൂർ സ്കോഡ് ഭയങ്കര ഒരു ബ്രേക്കായിരുന്നു. പിന്നെ നമ്മളൊരു വിചാരിച്ച് വാഴ, വ്യസന സമേതം ഒക്കെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത നമ്മൾ ഈ അടുത്തറിയാവുന്നത് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ഉള്ളിലൊരു ടെൻഷനില്ല.
അത് തന്നെ നമ്മൾ പ്രീമിയർ പത്മനി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എല്ലാം നമ്മൾ എല്ലാവരും അറിയാവുന്ന ഒരു ഇങ്ങനെ ഓരോ സാധനങ്ങൾ വരും. അതേപോലെ അത് വാഴ ചെയ്തപ്പോഴും ഇതൊക്കെ ചെയ്തപ്പോഴും പിന്നെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കാത്ത ഡയറക്ടറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ധൈര്യമായിട്ട് ചെയ്യും. ഞാൻ പുലിമുരുകളെ ചെയ്യുമ്പോൾ ഭയന്നാണ് ചെയ്തത്, പേടിച്ച്. വലിയൊരു സിനിമ വലിയൊരു ടീമിൻ്റെ കൂടെ പോയി ടെൻഷൻ ഉള്ളിൽ കത്തും. റോളിംഗ് പറയുമ്പോഴത്തേക്ക് കത്തും. റോളിംഗ് പറയണ്ട, ലൊക്കേഷൻ ചെല്ലുമ്പോൾ തന്നെ കത്തിയായിരിക്കും നിൽക്കുന്നത്. പേടിയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ വൈശാഖിന്റെ ആണല്ലേ മധുരരാജയിലും അതേട്ടാ. പിന്നെ അതിലും എങ്ങനെയായിരുന്നു? അപ്പോൾ അതിൽ പിന്നെ വലിയ ടെൻഷൻ കുറേശ്ശെ കഴിയും. പിന്നെ പുലിമുരുകൻ കുറേ ദിവസം ഉണ്ടായിരുന്നല്ലോ. ആദ്യത്തെ ദിവസമൊക്കെ ടെൻഷൻ അടിച്ച ദൈവമേ. എൻ്റെ ആദ്യം അന്ന് സുരാണ് ആശ്വാസമായിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുമ്പോഴേ അണ്ണ ഒരു ആശ്വാസം തരുമായിരുന്നു. അങ്ങനെ കാര്യം ലാലേട്ടൻ ഇത്ര ആർട്ടിസ്റ്റുകൾ ആകെ എനിക്കറിയാവുന്ന സുരാണ്ണനെ മാത്രമേ ഉള്ളൂ. അണ്ണനെയാണ് ഞാൻ നോക്കുന്നത് ദയനീയമായിട്ട്. അപ്പോൾ ലാൽ സാർ, താടി ലാൽ സാർ എല്ലാവരോടും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ കുറേയായി. കൂളായി. അന്ന് ലാലേട്ടൻ്റെ അടുത്തൊക്കെ പോയി സംസാരിക്കും. പിന്നെ ലാലേട്ടൻ്റെ കുറേ ശേഷമായത്. ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അമേരിക്ക പോകണം ഞങ്ങൾ. കിലുക്കം എന്ന് പറഞ്ഞൊരു പരിപാടിയായിട്ട്. അടിപൊളി. അത് വലിയ ഭാഗ്യമല്ലാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ എത്ര രാജ്യങ്ങളൊക്കെ കറങ്ങി? കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് ട്രോപ്പിക്കാറ കൊതിച്ച് കിടന്നിട്ട് ഇതൊന്നും നമ്മൾ സജീപ്പയാണെന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ജയ്ഹിന്ദ് ടി വിയുടെ ലോഞ്ച് നമ്മുടെ പൂവാറ് വെച്ചിട്ടാണ് ഷൂട്ട്. അപ്പം അന്ന് ഞാൻ ആദ്യം വലിയ സ്റ്റേജ് വെള്ളത്തിൻ്റെ നടുക്കാണ് ഇങ്ങനെ. അപ്പം അതിൻ്റെ വെള്ളത്തിൻ്റെ സ്റ്റേജ് ഒരു ഐലൻഡ് പോലെ ബാക്കിൽ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് വെള്ളം. അപ്പം നമ്മളെ വള്ളത്തിൽ കൊണ്ടാക്കി നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യും. ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ വള്ളത്തിൽ ജയ്ഹിന്ദിൻ്റെ എംബ്ലം വെച്ചിട്ട് പിള്ളേർ വള്ളത്തിൽ നല്ല രസമായിരുന്നു നിന്നിട്ടാ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അന്നൊരു സ്കിറ്റ് ചെയ്യുമായിരുന്നു. ഈ സ്കിറ്റ് അപ്പം ഞങ്ങൾ തമ്പാൻ്റെ റൂം, തമ്പാൻ്റെ റൂമിൽ കിടന്നിട്ട് ഞാനും സജീപ്പയായിട്ടും കൂടി ഇങ്ങനെ പറയുന്നു. കാര്യം ജനലിങ്ങനെ തുറന്നിടുമ്പം വലിയ കെട്ടിടങ്ങളൊക്കെ കാണാമല്ലോ. അപ്പോൾ നമ്മൾ പറയുമായിരുന്നു നമ്മളിപ്പം ദുബായിലായിരിക്കും, ദുബായിൽ കിടക്കുമ്പോൾ അല്ലേടാ. അപ്പോൾ അത് തന്നെ അല്ലേളിയാ ദുബായിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ പറയും. കാര്യം അന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ട്രിപ്പിന് പോകണം, നമുക്കൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ ദുബായിൽ കിടക്കുമ്പോഴല്ലേ അങ്ങനെ മനസ്സിൽ ചിന്തിച്ച. കാരണം ഇതൊന്നും നമ്മൾ ഈ ആഗ്രഹിക്കുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്. കാരണം ആദ്യമായിട്ട് ഞാൻ പോയത് കുവൈറ്റിലാണ്. അന്ന് അരുണ്, ഞാൻ, രാജീവ്, ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയത് ശ്രീലങ്ക പോയി. കണക്ഷൻ ഫ്ലൈറ്റാണ്. അവിടെ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് ദുബായ്. അപ്പം 2 ജോബി അണ്ണനൊക്കെ ഉണ്ടായിരുന്നു. മിഥിലാജാണ് ആ ഷോ ഇത് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കുവൈറ്റിൽ. അന്ന് പാട്ടുപാട രഞ്ജൻ രാജായിരുന്നു. പാലക്കാട് അസോസിയേഷൻ്റെ പ്രോഗ്രാമായിരുന്നു അന്ന്. രഞ്ജനായിരുന്നു പാട്ട് പാടുന്നത്. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ രഞ്ജനൊക്കെ നമ്മൾ മലയാളത്തിലെ ടോപ്പ് അതെ അതെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അന്ന് രാജീവ് ഫിഗറൊക്കെ ചെയ്യുന്നു. രാജീവ് വേണുന്ന കൊള്ളി അങ്ങനെ കുറേ ഫിഗർ ചെയ്യുമായിരുന്നു അന്ന്. ആദ്യമായിട്ട് ഇപ്പം അന്ന് ഈ വെളിച്ചെണ്ണ മുമിക്കരിയല്ലേ കഴിക്കുന്നത്. ബീച്ച പെട്ടെന്ന് പോണ്ടേ. ഇവൻ ഈ വെളിച്ചെണ്ണ കൊണ്ടുവച്ച് AC അല്ലേ ഇതൊരു കട്ടയായി പോയി. പെട്ടെന്ന് വന്നിട്ട് എടുത്തിടാൻ പറ്റാത്ത. പിന്നെ അന്ന് ഞാൻ അരുണൊക്കെ വന്നത് എങ്ങനെ കുവൈറ്റ് ചെന്ന് ഞങ്ങളെ കുറേ പേര് കണ്ടിട്ടേ, നമ്മൾ കുറേ സുഹൃത്തുക്കളെ കണ്ടിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ആദ്യമായിട്ട് പോയിട്ട് ഞങ്ങൾ എന്ത് പറയാം, പണ്ടത്തെ ഷാമ്പു സോപ്പൊക്കെ മേടിച്ച് തന്നിട്ടേ ഞങ്ങൾ 2 വെട്ടി എന്നിട്ട് തിരിച്ചു. കാര്യം നമുക്ക് ഈ ഗൾഫുകാർ കുറവായിരുന്നു. നമ്മളെ ബന്ധുക്കളായാലും ഒട്ടും ഇല്ല. ആകെയുള്ള ഗൾഫുകാരനെന്ന് പറയുന്നത് നമ്മുടെ കൂടെ ബിനുവിൻ്റെ അച്ഛനായിരുന്നു. ബിനുവിൻ്റെ അച്ഛൻ വരുമ്പം ക്ലിയോപാട്രയുടെ ഒരു സോപ്പ് കൊടുക്കും. ക്ലിയോപാട്ര എന്നൊരു സോപ്പ് ഉണ്ടായിരുന്നു. സാറ് വരുന്നവരുണ്ട്. ഇപ്പോഴും ഞാൻ മേടിക്കും പുറത്ത് പോകുമ്പോൾ ക്ലിയോപാട്രയുടെ സോപ്പ് യൂസ് ചെയ്യുന്നു. പൗഡറും ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലിയോപാട്ര യാഡ്ലി. അപ്പോൾ ഞങ്ങളന്ന് അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് അവിടെ നിന്ന് തുടങ്ങി. പിന്നെ കുറേ രാജ്യങ്ങൾ ഇങ്ങനെ പോയി. അപ്പോൾ അമേരിക്കയിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കൊണ്ടുവരും? അമേരിക്കയിൽ എന്ത് കിട്ടും? അത് പണ്ട് ഈ അന്നൊക്കെ നമ്മളിപ്പം എന്തെങ്കിലും മേടിക്കണമെന്ന് ഇപ്പം അത് ആഗ്രഹങ്ങളൊക്കെ മാറിയില്ല. ഇപ്പം നമുക്ക് ഇതിനെല്ലാം ഇവിടെ കിട്ടുമല്ലോ. പണ്ടായിരുന്നല്ലോ സോപ്പ്, ഷാമ്പു, അങ്ങനെയുള്ള ഐറ്റംസ്, സ്പ്രേ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് ഇപ്പം സംബന്ധിച്ചാൽ നമ്മൾ പോകുന്നു വരുന്നു പർച്ചേസ് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. ഓക്കെ പർച്ചേസ് ചെയ്തു. പിന്നെല്ലാം ചെയ്യാമല്ലോ. നമ്മൾ കാർഡ് കൊണ്ട് യൂസ് ചെയ്യാം. പക്ഷെ നമ്മളെ അവിടുത്തെ പൈസയൊന്നും ഇല്ലല്ലോ. മറ്റേത് ആരെങ്കിലും തന്നാലല്ലേ കാര്യം. നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പൈസ കിട്ടുമ്പോൾ നാട്ടിൽ മതിയോ പൈസ എന്നൊക്കെ ചോദിക്കും. അപ്പം എന്തെങ്കിലും മേടിക്കണമെന്ന് വെച്ചിട്ട്
അന്നത്ര നമ്മൾ അവിടുത്തെ പൈസയൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ പോയി എന്തെങ്കിലും 2 കുഞ്ഞു സാധനങ്ങൾ വാങ്ങിച്ചത്, വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്. ഈ നോബി പരിചയപ്പെടുന്ന എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇങ്ങനെ നിഷ്കളങ്കനായിട്ടിരിക്കാൻ പറ്റുക? ബിഗ് ബോസ് കണ്ടായിരുന്നു അന്ന്. കണ്ടായിരുന്നു. അതിലിരിക്കാൻ അതാണ് റിയൽ എൻ്റെ കാര്യം. എനിക്ക് ഈ വഴക്ക് കൂടാനൊക്കെ എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് പല പ്രാവശ്യം എന്നെ കൊണ്ട് ഇളക്കിയിട്ടുണ്ട്. നിങ്ങളെന്താണ് മിണ്ടാത്തില്ല അലണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരാളടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനും ചൂടാനും പറ്റൂല എന്നെ കൊണ്ട്. ദേഷ്യപ്പെടാതിരുന്നത് കൊണ്ടാണ് ബിഗ് ബോസിൽ നിന്നത്. അതെ, ബിഗ് ബോസിൽ എനിക്കായിരുന്നു പീസ് മേക്കർ ഓഫ് ദ ഇയർ. മദർ തെരേസയ്ക്ക് ശേഷം അതിനകത്ത് സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിൻ്റെ പ്രത്യേകത. ബിഗ് ബോസ് എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ശത്രുക്കളാണല്ലോ. അതെ അതെ. ഒരു ടീമേ കാണുള്ളൂ. അതായത് അവരൊരു ടീമായിരിക്കും, ഇവരുടെ ടീം. അങ്ങനെ ഒരുപാട് പേര് മിണ്ടില്ല, ഭയങ്കര പിണക്കങ്ങളാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ കണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കങ്ങൾ. പക്ഷേ ഞങ്ങളുടെ സീസൺ 3 വന്നിട്ട് ഞാൻ ആയിട്ട് ഒരു മനുഷ്യനും പിണക്കമില്ല. ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് ആ ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. മുഖം സംരക്ഷിച്ചിറങ്ങി വന്ന ഒരു മനുഷ്യനാണ്. അല്ല, സോഷ്യൽ മീഡിയ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വൈഫൊക്കെ ഞാൻ തിരിച്ചു വന്നപ്പോൾ അയ്യോ ചേട്ടാ എന്തെല്ലാം പറയുന്നത്. ഞാൻ പറഞ്ഞ നമ്മളെ സംബന്ധിച്ച കാര്യം കോവിഡാണ്, വെളിയിൽ ഒരു വർക്കും ഇല്ല, ഒന്നുമില്ല. ആ സമയത്തായിരുന്നു നമ്മൾ ബിഗ് ബോസ് അപ്പോൾ ഈ ബിഗ് ബോസ് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വെളിയിരിക്കും. അപ്പോൾ 2ാമത് ലോക്ക്ഡൗൺ ഒന്ന് പൂട്ടിയൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു ഇതുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ എപ്പോഴും പോകും, കാണാം അവിടെ എയർപോർട്ട് അടുത്തോണ്ട് ഇങ്ങനെ പോകും. കുറേ ഫ്ലൈറ്റ് ഒന്നും കാണാൻ ഞങ്ങൾ വെച്ച് ഇനിയിപ്പോൾ ശബ്ദമായിട്ട് ഇവർ മാറ്റി തിരിച്ചു വിടണതാണോ അങ്ങനെയൊക്കെ ചിന്തിച്ച്. കാര്യം എന്താണ് ഫ്ലൈറ്റ് വരത്ത്? കാര്യം അല്ലെങ്കിൽ എപ്പോഴും ഫ്ലൈറ്റ് ഇങ്ങനെ പോകണതല്ലേ, ഫ്ലൈറ്റ് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു മറ്റേ ഫ്ലൈറ്റ് വരും കേട്ടോ, ഇൻഡിഗോ ആണ് ഇത് നമ്മൾ പറയുമായിരുന്നു. ഈ ടൈമിൽ വരുന്ന ഇൻഡിഗോ, എയർ ഏഷ്യ ഇങ്ങനെ അറിയാൻ പറ്റും നമ്മൾ. പിന്നീട് ഇപ്പോൾ ഇത് കാണാനില്ല. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ച് ബിഗ് ബോസ് വലിയ ടീമാണ്, അവർ പറഞ്ഞ ഫ്ലൈറ്റ് അതുവഴി വിടും, ഇതുവഴി എൻ്റെ മേലെ കൂടെ പോകേണ്ട സൗണ്ടാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച്. ഇനിയിപ്പോൾ നമ്മൾ പറയും, ഞാൻ പറയും ഇനിയിപ്പോൾ മാറ്റി വിടണമെന്നാണ് നമ്മളത് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ചിന്തിച്ച്. അപ്പം നിഷ്കളങ്കം തന്നെയാണ്. എന്നിട്ട് വേറെ സംഭവം, ആ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സിനിമ എടുക്കുന്നത്, ദിലീപ്, കോട്ടയം ദിലീപ് സിനിമ എടുക്കണം അവൻ്റെ ഒരു പടത്തിൽ. അപ്പം അവൻ എന്നെ വിളിച്ച്, ഞാൻ ഹരീഷ് കണാറിനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഞാനിങ്ങനെ ബിഗ് ബോസിൽ പോവുകയാണ്. എന്നിറങ്ങും നീ? ഞാൻ പറഞ്ഞു എടാ എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ നിന്ന് ഔട്ടായാലല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇറങ്ങാൻ പറ്റൂലേ? ഞാൻ പറഞ്ഞു എനിക്ക് അറിയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഔട്ടാവാം, ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് ഔട്ടാവാം. അപ്പോൾ ഇവർ പടം ചെയ്യണം, കോഴിക്കോടാണ് ഷൂട്ട്. ഇവൻ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയായിട്ടും സംസാരിച്ചാൽ തന്നെ ഇറങ്ങാൻ പറ്റുമോ? ദിലീപ് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറയടാ എനിക്ക് അതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഈ കാര്യം ബിഗ് ബോസ് പോയി ഇറങ്ങാൻ പറ്റൂലല്ലോ. അന്ന് ഇവൻ്റെ പറയുകയാണ് നമുക്ക് മുഖ്യമന്ത്രി വഴി അങ്ങനെ സംസാരിച്ചിട്ട് ഇറങ്ങാൻ പറ്റും. ഞാൻ എനിക്ക് അറിയില്ല ദിലീപ്, നീ ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പോഴും ഞാൻ പറഞ്ഞു ഒന്ന് ചോദിച്ചു നോക്ക്, നമുക്കറിയില്ല സത്യം. നമ്മൾ ബിഗ് ബോസ് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കയറിയപ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ലാലേട്ട ഞാൻ ഏഷ്യാനെറ്റിൻ്റെ കോമഡി ഷോസിൻ്റെ വിന്നറൊക്കെ ആയിരുന്നു. അപ്പോൾ അതല്ല മോനെ ഇത് വേറെ അന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആണോ ഇത് വേറെ. അപ്പം കാര്യം വലിയൊരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, ഒരു ഭയങ്കര സംഭവമാണ് അത്. ഈ ബിഗ് ബോസിനെ പറ്റി കുറ്റം പറയുന്നവരൊക്കെ അവിടെ പോയത് എക്സ്പീരിയൻസ് ചെയ്യണം, അത് ഭയങ്കര ഇതാണ്. ഞാൻ അവിടെ പോയിട്ടാണത് പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും അത് വേറെ ബുദ്ധിയാണ് ബിഗ് ബോസിൽ. അത് ബിഗ് ബോസിൽ നിൽക്കുന്നവർക്ക് അത് ഭയങ്കര ബ്രില്യൻസിയാണ്. അവിടെ നിൽക്കുക, പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഭയങ്കര സംഭവം ഗെയിമാണത്. അവിടെ ചെന്നാലും പറഞ്ഞില്ലേ കറിയില്ലാതൊക്കെ ടെൻഷൻ അടിക്കും പിള്ളേരൊക്കെ. കാര്യം ഡിപ്രഷൻ ആവണമെന്ന് അതൊക്കെയാണ്. കാര്യം നമുക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടില്ല. നമുക്ക് അപ്പം ബോറടിച്ചിരിക്കണം, വീട്ടിലൊന്ന് വിളിക്കാം, അതില്ല. ഒരു സിനിമ വേണം. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാണ് ദൃശ്യം 2 കണ്ടത്. കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് അവിടെ കാണിച്ചു തന്നു. ഇതേപോലെ അതാണല്ലോ അവിടുത്തെ പ്രത്യേകത, മെൻ്റലി ഡിപ്രഷൻ ചെയ്യുക. അപ്പം കറിയൊന്നുമില്ല, അത് നമുക്ക് പണ്ടേ ഇല്ലാത്തതുകൊണ്ടാണ് അത് നമ്മളെ ബാധിച്ചിട്ടില്ല. അപ്പോഴും ഞാൻ 2 സവാള എടുത്ത് അരിച്ചിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട്, മറ്റേ ഡാലൊക്കെ ഉള്ളു, മിക്സിയൊന്നും ഇല്ലല്ലോ. കാര്യം സൗണ്ട് ഇപ്പോൾ ഇതുണ്ടല്ലോ, കാര്യം മൈക്കിൽ മിക്സിയുടെ സൗണ്ടൊക്കെ പിടിക്കണം, ഇടിക്കുക, ചതയ്ക്കുക, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും ഈ കറിയില്ല, മുട്ട, നോ പ്രോബ്ലം, നമുക്ക് അതൊരു വിഷയമേ ഇല്ല. ശരി, അപ്പോൾ ചേട്ടാ സവാള തീർക്കല്ലേ, അത് വേണ്ട, അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും. ഇനിയൊരു സ്വപ്നം എന്താണ്? സിനിമയിലെ ഒരു സ്വപ്നം എന്താണ്? വലിയ സ്റ്റാർഡം ഒക്കെ കിട്ടിയിട്ട് ഇങ്ങനെ സ്റ്റാർ ആയിട്ടിരുന്ന്
അങ്ങനെയൊന്നുമില്ല അണ്ണാ. എനിക്ക് ഇതേപോലെ അങ്ങ് പോവുക അത്രയേ ഉള്ളൂ. സത്യം ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടുക, വലിയ ലെങ്തിങ് വേഷം പോലും വേണ്ട. നമുക്ക് സിനിമയിൽ ചെറിയൊരു ക്യാരക്ടർ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം കിട്ടുക എന്നുള്ളതാണ് ഭയങ്കര ഇത്. വേഷം എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും വില്ലത്തരമാണോ ഇഷ്ടം, അതേ കോമഡിയാണോ? പണ്ട് നാടകത്തിന് ഞാൻ പറഞ്ഞില്ലേ വില്ലനായിട്ട് വന്നിട്ട് കോമഡിയൻ ബെസ്റ്റ് കോമഡിയനുള്ള അവാർഡ് കിട്ടിയ ആളാണ് നമ്മൾ. നെഗറ്റീവ് റോളൊക്കെ ഭയങ്കര ചെയ്യാനായിട്ട് ഇതുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട് നാടകമൊക്കെ. നമ്മൾ പിന്നെ കുറേ പ്രദീപ് നമ്മൾ പിന്നെ പ്രമോദ് പയ്യന്നൂരിൻ്റെ കുറേ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കുറേ നമ്മൾ പൈതൃകം എന്ന് പറഞ്ഞൊരു കലാസാംസ്കാരിക ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വേണ്ടത് കുറേ ആർട്ടിസ്റ്റുണ്ടായിരുന്നു അതിനകത്ത്. അതിന് നമ്മളെ റിപ്പോർട്ടറിൽ അരുൺ ഇല്ലേ, ന്യൂസ് റീഡർ ഡോക്ടർ അരുൺ, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അഖിൽ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. ഞാനതൊരു ചലഞ്ച് ഇട്ട് ഞാൻ അഖിലും കൂടെ 25 years ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ അന്നും ഇന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ അന്ന് ഡോക്ടർ അരുൺ എല്ലാവരും ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു അന്ന്. അത് ഇതായിരുന്നു കേട്ടോ. ഒരു അണ്ണന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ചന്ദ്രശേഖര സ്റ്റേഡിയത്തിലാണ് സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ്റെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിനെ പറ്റിയിട്ട് ഒരു 10 സ്റ്റേജിൽ അങ്ങനത്തെ ഒരു ഷോ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആദ്യമായിട്ട് വരുന്നത്. ഇങ്ങനെ അന്ന് 10 സ്റ്റേജിൽ. അപ്പം ഞങ്ങളിങ്ങനെ പോയി, എനിക്ക് അന്നൊന്നും കല്യാണം പയ്യന്മാരല്ലേ ഞാനും അഖിലൊക്കെ. അന്ന് ഞങ്ങളുടെ കൂടെ ഞാൻ അഖിൽ നമ്മുടെ ബിരിയാണിയുടെ ഡയറക്ടർ സജിൻ ഞങ്ങൾ 3 പേരും കൂടെ വരും. ഞങ്ങൾ ഇതേപോലെ പോകുന്നു, ഈ ഷോ ചെയ്യുന്നു. അപ്പോൾ രാവിലെ അവിടെയൊക്കെ കിടക്കുകയാണ് നമ്മളെ വീട്ടിൽ. ബാക്കിയുള്ളവർ പോകും, ഞങ്ങളവിടെ ടെൻറ്റ് പട്ടണക്കാരെ ടെൻറ്റൊക്കെ അടിക്കണം, അവിടെ കിടക്കുകയാണ്. അവിടെ കിടന്നു, സ്റ്റേഡിയത്തിൽ പോകുന്നു, ബാത്റൂം യൂസ് ചെയ്ത് തിരിച്ചു വരുന്നു, ബിഷപ്പ് പെരേര ഹാളിൽ പോയി ബിരിയാണി അടിക്കുന്നു, വീണ്ടും തിരിച്ചു വിളിക്കാത്ത കല്യാണത്തിന്. അങ്ങനെ ഏറെക്കുറെ ഒരു 8 ദിവസം. അന്ന് 8 ദിവസം നിന്നപ്പോഴത്തേന് 8,000 രൂപയാണ്. ഓ അടിപൊളി. വിത്ത് റിഹേഴ്സൽ പിന്നെ പ്രോഗ്രാം. അപ്പോൾ 7 14 ദിവസം, 7 ദിവസം റിഹേഴ്സൽ, 7 ദിവസം പ്രോഗ്രാം. അങ്ങനെ അന്ന് 7,000 രൂപയാണ് കിട്ടി. ഡെയിലി 500 രൂപ വെച്ചിട്ടുണ്ട്. അത് ആലോചിച്ച് നോക്കണം, അന്ന് 7,000 രൂപ കയ്യിൽ വരുമ്പോൾ ഇന്നത്തെ 1 കോടിയുടെ ലോട്ടറി അടിച്ച ഫീലായിരുന്നു. ടെൻഷൻ അടിക്കുള്ളൂ നമ്മളെ ഇതല്ലേ അങ്ങനെ. അപ്പൊ ഈ ചിരി ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, ക്യാരക്ടേഴ്സ് പലതരത്തിലുള്ളത് കിട്ടട്ടെ, ചില വില്ലന്മാരെയും കൂടെ അവതരിപ്പിക്കാൻ അവസരം കിട്ടട്ടെ, കോമഡി അല്ലാത്ത വില്ലന്മാർ. അതെ അതെ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോട്ടെ. കാണാൻ കഴിഞ്ഞത് വളരെ വലിയ സന്തോഷം. താങ്ക് യു അണ്ണ, ഒത്തിരി സന്തോഷം. താങ്ക് യു. ഞാൻ അണ്ണൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അണ്ണൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണം. അതെ അതെ അതെ. ഞാൻ പലപ്പോഴും അണ്ണനെ കാണുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അണ്ണാ നമുക്കൊരു ദിവസം ഇരിക്കണം. പക്ഷേ എനിക്ക് ആഗ്രഹം ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കണം, ഇപ്പോൾ അണ്ണനെ വേണമായിരുന്നു. കാര്യം അസീസും ഞാനും അഖിലും ഇങ്ങനെ ഞങ്ങളൊരു ടീമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അണ്ണനെ കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു ടീം നമ്മൾ ഒരു ദിവസം നമുക്കൊരു സേരിക്കാം. അപ്പോൾ കുറേ നാട്ടുവൃത്താനങ്ങളൊക്കെ നെടുമങ്ങാട് വെഞ്ഞാറമൂട് ആ തങ്കച്ചനൊക്കെ പിടിച്ചിരുത്തി ഭാഷ അങ്ങോട്ട് അതെ എനിക്കും അതിലേക്ക് തിരിച്ചു വരണം, നമ്മുടെ ലാംഗ്വേജിലേക്ക്. അത് അങ്ങനെ വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ദിവസം സംസാരിച്ചു. തീർച്ചയായിട്ടും. ഓക്കെ. പുട്ടും കടലേ മലയാളി, തലമുറകൾ പിന്നിട്ട സ്വാദൂറും ബന്ധം. ഫ്രം ഫിറ.